നമസ്കാരം കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് ഒരു സ്പെഷ്യൽ ഡേ ആണ്. വേറെ ഒന്നുമല്ല, ഇന്ന് ജസ്സും പിള്ളേരും പിന്നെ സൽമാനൊക്കെ കൂടിയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നിസ്കാരൻ്റെ നേരെ ഇങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് കൂടി. അപ്പോൾ എൻ്റെ തോന്നുന്നു നിൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ആയിക്കോട്ടെ. പിള്ളേർ കുറേ ദിവസമായി പിള്ളേർ ഇങ്ങോട്ട് വന്നിട്ട് ഹൈസിനും ഈ അമ്മറൊക്കെ, അപ്പോൾ അവരും കാണണമല്ലോ. രാവിലെ എഴുന്നേറ്റ് ബിരിയാണി ഉണ്ടാക്കാനുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചു. ബീഫ് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ മസാലയൊക്കെ പറ്റിയിട്ട് വേവിച്ച് വെച്ചു. ഒരു 10-12 വിസിലടിച്ച്, കുറച്ച് വേവുള്ള ബീഫായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ബീഫ് വന്നു കേട്ടോ. പിന്നെ അരി കഴുകി അതും ഒരു അരമണിക്കൂർ കുതിർത്താൻ വെച്ചിട്ട് അതിനുശേഷം വാലാൻ വെച്ചു. ബീഫ് നല്ലത് കണ്ടോ, നല്ല നാരായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നു കേട്ടോ. മസാലയൊക്കെ പിടിച്ചു. അപ്പോൾ മസാല ഇനി നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കണം. നെയ്ച്ചോറും ഉണ്ടാക്കണം. അതിനുശേഷം രണ്ടും കൂടി ദമ്മാക്കുക. സംഭവം കാണിച്ചു. പിന്നെ എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നിട്ട് പിന്നെ കിസ്മിസും നട്ട്സും പുതിനയിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ച് എല്ലാം പെട്ടെന്ന് ഇടുന്നുണ്ട്. കാരണം വെള്ളിയാഴ്ച പള്ളിയിലും പോകണമല്ലോ, അവർ വന്നിനും പണി തീരുകയും ചെയ്യണം. അപ്പോൾ മസാല പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് മസാലയിൽ ഞാൻ ആകെ കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രം. കാരണം ബാക്കി നമ്മൾ വേവിക്കുമ്പോൾ കുരുമുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പിന്നെ മുളക് പൊടി അങ്ങനെ കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല ബീഫ് ബിരിയാണിയിൽ, അറിയാമല്ലോ. എന്തതേ സംഭവം സവാളെല്ലാം വഴറ്റിയതിന് ശേഷം നമ്മുടെ നെയ്ച്ചോറ് ആവശ്യത്തിന് 6 ഗ്ലാസ് അരി, 4 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ വെള്ളമൊക്കെ തിളപ്പിച്ച് വെള്ളം ഞാൻ ബീഫ് വേവിച്ചതിൻ്റെ സ്റ്റോക്ക് വെള്ളം ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളത്തിൽ ബാക്കി വെള്ളം മിക്സ് ആക്കിയിട്ട് കുറച്ച് നാരങ്ങ നീരും ചേർത്തിട്ട്, അപ്പോൾ ആ റൈസിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരു മസാല ടേസ്റ്റുള്ള റൈസായിരിക്കും. അപ്പോൾ നല്ല തിള വന്നു കഴിയുമ്പോൾ പതിയെ ലോ ഫ്ലെയിമിലിടാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്തിടാം. അപ്പോൾ റൈസും റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ, രണ്ടും കൂടി ദമ്മാക്കുക. വളരെ പണി കഴിഞ്ഞല്ലേ പറയുമ്പോൾ വെച്ച് കുറേ ടൈം കൊടുത്തോട്ട് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗാർണിഷ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ദമ്മാക്കാൻ വെച്ചു. പിന്നെ ഞാൻ ബ്രെഡ് പുഡിംഗ് ആയിട്ട് ഉണ്ടാക്കിയത്, നമ്മുടെ കസ്റ്റർഡ് പൗഡറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള, അതും നല്ല ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർ വന്നിട്ട് ചിപ്സ് ഒരു സാധനം ഫ്രൈ ഉണ്ടാക്കണം, അതും ഉണ്ടാക്കി. അങ്ങനെ വെള്ളിയാഴ്ച നല്ല അടിപൊളിയായിട്ട്